പ്രിയമുള്ള കുട്ടികളെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നമ്മുടെ കോവിഡ് കാലമായതുകൊണ്ടാണ് നമുക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനും ഒക്കെ പറ്റാതെ വന്നത്. എന്തായിരുന്നാലും നമ്മുടെ പഠന പ്രവർത്തനങ്ങളൊക്കെ അതിവിപുലമായ രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് LSS ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള EVSലെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഈ വീഡിയോ ക്ലാസ്സിലൂടെ തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവരും സസൂക്ഷ്മം ഈ ക്ലാസ് നിരീക്ഷിക്കുക, ആവശ്യമായ നിർദ്ദേശങ്ങൾ പറഞ്ഞു തരിക, പിന്നെ ക്ലാസ്സൊക്കെ നല്ലപോലെ വൃത്തിയായിട്ട് കാണുക, ആവശ്യമായ കാര്യങ്ങളൊക്കെ എഴുതിയെടുക്കുകയും ചെയ്യുക. ഓക്കെ, ശരി, നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ പാഠം നമുക്കറിയാം, ഫീൽഡ് ആൻഡ് ഫോറസ്റ്റ് എന്ന് പറയുന്ന പാഠമാണ്. ആ പാഠത്തിൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ആദ്യം നമുക്ക് കേൾക്കാൻ പറ്റുക. Why don't you come down and play with me? Asked the fish, looking up at the squirrel on the tree. Oh! On hearing this, the frog laughed and teased. Ahaha! Imagine the squirrel's condition if he gets into the water. എന്താണ് പറഞ്ഞത്? താഴെ പുഴയിൽ നീന്തിക്കളിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഫിഷ് മുകളിൽ മാമ്പഴം തിന്നുകൊണ്ടിരിക്കുന്ന, മരത്തിലൂടെ ഓടിച്ചാടി നടന്നിരിക്കുന്ന ഒരു സ്ക്യുറലിനോട് ചോദിക്കുകയാണ്. എന്താണ്? വൈ ഡോണ്ട് യു കം ഡൗൺ ആൻഡ് പ്ലേ വിത്ത് മീ? നീ എന്തുകൊണ്ടാണ് താഴോട്ട് വരാത്തത് എൻ്റെ കൂടെ കളിക്കാൻ? ആരാണ് ചോദിക്കുന്നത്? താഴെയുള്ള ഫിഷ് ചോദിക്കുകയാണ്. അപ്പം എവിടേക്ക് നോക്കിയിട്ടാണ് ഫിഷ് ചോദിക്കുന്നത്? സ്ക്യുറലിനെ നോക്കി, മരത്തിന് മുകളിലേക്ക് നോക്കിക്കൊണ്ടാണ് ആ ഫിഷ് ചോദിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ, ഓൺ ഹിയറിങ് ദീസ് ദ ഫ്രോഗ് ലോഫ്ഡ്, ഇത് കേട്ടപ്പോൾ എന്താക്കി? ഫ്രോഗ് പൊട്ടിച്ചിരിക്കുകയാണ്. ആൻഡ് ടീസ്ഡ്, കളിയാക്കുകയാണ്. എന്താ കളിയാക്കുന്നത്? ഹഹഹ, ഇമേജിൻ ദ സ്ക്യുറൽസ് കണ്ടീഷൻ ഇഫ് ഹി ഗെറ്റ്സ് ഇൻ ടു ദ വാട്ടർ. സ്ക്യുറൽ ഒന്ന് വെള്ളത്തിലേക്ക് വന്നിരിക്കുന്ന സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. വളരെ മനോഹരമായിരിക്കും എന്ന് ആര് പറയുകയാണ്? ഫ്രോഗ് പറയുകയാണ്. അപ്പോൾ നമുക്ക് എന്താണെന്ന് നോക്കാം. ഓക്കെ, ആ ചിത്രം നോക്കിയേ, എത്ര മനോഹരമായ ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ കാണുന്നുണ്ട്? സ്ക്യുറലുണ്ട്, ബേഡ്സ് ഉണ്ട്, ഫിഷ് ഉണ്ട്, ഫ്രോഗ് ഉണ്ട്, ടോട്ടോയ്സ് ഉണ്ട്, സ്നേക്ക് ഉണ്ട്. അവരൊക്കെ എല്ലാവരും ഒരേ സ്ഥലത്താണോ താമസിക്കുന്നത്? ആണോ? അല്ല. സ്ക്യുറൽ എവിടെയാണ് ഉള്ളത്? മരത്തിന് മുകളിലാണുള്ളത്. ഫിഷ് എവിടെയാണുള്ളത്? വെള്ളത്തിലാണുള്ളത്. പിന്നെ ഫ്രോഗ് എവിടെയാണുള്ളത്? വെള്ളത്തിലാണുള്ളത്. പിന്നെയോ ടോട്ടോയിസ് എവിടെയാണുള്ളത്? കരയിലാണുള്ളത്. അല്ലേ? എല്ലാവരും ഒരേ സ്ഥലത്തല്ല. അതേപോലെ ബേഡ്സ് എവിടെയാണുള്ളത്? ബേഡ്സ് ഇൻ ദ സ്കൈ ആണ്. സ്കൈയിൽ, ആകാശത്ത് കൂടെ പറന്ന് നടക്കുന്ന ബേഡ്സിനെ നമുക്കവിടെ കാണാം. അതേപോലെ സ്നേക്ക്, വെള്ളത്തിലൂടെ എഴുതുന്ന സ്നേക്ക് ഉണ്ട്. അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ കാണാൻ പറ്റുന്നത്. അതേപോലെ കുറേ ചെടികളുണ്ട്, പൂവുകളുണ്ട്, ആമ്പൽ പൂവുണ്ട്, താമരപ്പൂവുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളുണ്ട്, കുറേ ജീവികളെ നമുക്കറിയാം. ആ ജീവികളെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു പട്ടികപ്പെടുത്തണം. എങ്ങനെയാണ് പട്ടികപ്പെടുത്തേണ്ടത്? കരയിൽ ജീവിക്കുന്നവ, ജലത്തിൽ ജീവിക്കുന്നവ, കരയിലും ജലത്തിലും ജീവിക്കുന്നവ എന്നിങ്ങനെ 3 കോളം വരച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതണം. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ചുറ്റുപാടുമുള്ള ജീവികളുടെ പേര് നമുക്കറിയാം. ആ ജീവികളെ നമ്മൾ എന്ത് ചെയ്യണം? കരയിൽ ജീവിക്കുന്നവ, ജലത്തിൽ ജീവിക്കുന്നവ, കരയിലും ജലത്തിലും ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവ എന്നിങ്ങനെ തരംതിരിച്ച് എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ എഴുതാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നോക്കിയേ, ചിത്രം നോക്കിയേ. വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ക്യുറൽ, ഒരു അണ്ണാൻ കുട്ടിയുടെ ചിത്രമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. ഈ അണ്ണാൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്? ഈ അണ്ണാൻ വെള്ളത്തിലാണോ ജീവിക്കാറുള്ളത്? ആണോ? അല്ല. അണ്ണാന് ജലത്തിൽ ജീവിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? എന്തുകൊണ്ടാണ് ജീവിക്കാൻ കഴിയാത്തത്? നിങ്ങൾക്കറിയാം. അതെന്താണ്? വെള്ളത്തിൽ നിന്നുള്ള ഓക്സിജൻ വലിച്ചെടുക്കാനുള്ള ശേഷി ആർക്കില്ല? അണ്ണാനില്ല. ഇനി നോക്കിയേ, ആമയെ നോക്കിയേ. ആമ, അല്ലേ? ടോട്ടോയിസ് എന്ന് പറയുന്ന ആമ എവിടെയാണ് ജീവിക്കുന്നത്? വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്, കരയിലും ജീവിക്കുന്നുണ്ട്.
ആമയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ഈ ഒരേ സമയത്ത് വെള്ളത്തിലും കരയിലും ജീവിക്കാം. അതായത് വെള്ളത്തിൽ കുറേ നേരം ശ്വാസം പിടിച്ചിരിക്കാൻ, ശ്വസിക്കാതെ ഇരിക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? മത്സ്യത്തെ കണ്ടില്ലേ? മീൻ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, അക്വേറിയത്തിലൊക്കെ വിട്ട് വളർത്തുന്ന മനോഹരമായിട്ടുള്ള കളർ മീനുകളൊക്കെ ഉണ്ടാവും അല്ലേ? ഈ മീനിനെ പിടിച്ച് നിങ്ങളൊന്ന് കരയിലിട്ട് നോക്കിയേ, അതിന് ജീവിക്കാൻ പറ്റുമോ? എന്തുകൊണ്ടാണ് ജീവിക്കാൻ പറ്റാത്തത്? അതെ, നിങ്ങൾക്കറിയാം എന്തുകൊണ്ടാണ്. അതിന് കരയിലുള്ള വായു എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? നമ്മളെപ്പോലെ എന്ത് ചെയ്യാൻ പറ്റില്ല, കരയിലെ ശ്വസനം എന്ത് ചെയ്യില്ല, മീനിന് പറ്റൂല. ഇതേപോലെ നമ്മൾ മനുഷ്യന്മാർക്ക് വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങളൊക്കെ നീന്തലൊക്കെ അറിയുന്നവരാണ് അല്ലേ? നീന്തി കുറേ സമയം വെള്ളത്തിൽ മുങ്ങിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. എന്തുകൊണ്ടാണ് പറ്റാത്തത്? അതെ, വെള്ളത്തിലുള്ള ഓക്സിജൻ നമുക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. എന്താണ്? വായു. ഇനി നമുക്ക് ഒരു മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ കാണാം. ഈ വീഡിയോയിൽ എന്താണ്, നമ്മുടെ വീടിനൊക്കെ സമീപത്തുള്ള ഒരു കുളത്തിൻ്റെ വീഡിയോ ആണിത്. ഈ വീഡിയോയിൽ കുറേ ജീവികളെ നമുക്ക് പരിചയപ്പെടാനുണ്ട്. വളരെ ജലസമ്പുഷ്ടമായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. തൂർന്ന് നിൽക്കുന്ന കാടുകളൊക്കെ ഉണ്ട് അതിന് സമീപത്ത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അല്ലേ? അപ്പം അതിൽ ജീവിക്കുന്ന ജീവികളെയാണ് നമുക്ക് ഇനി കാണാൻ പോകുന്നത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. അപ്പം ഏതൊക്കെ തരത്തിലുള്ള ജീവികളാണ് ഇതിലുള്ളത്, ജീവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. വെള്ളത്തിൽ പലതരത്തിലുള്ള ജീവികളെ നമുക്കറിയാം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള ജീവികളൊക്കെ തന്നെയാണ്. തവള ജീവിക്കുന്നത് വെള്ളത്തിലാണ്. അതേപോലെ തുമ്പി ഒരിക്കലും വെള്ളത്തിൽ ജീവിക്കില്ല. അതെവിടെയാണ്? കരയിൽ ജീവിക്കുന്നതാണ് തുമ്പി. പിന്നെ ആ തടാകത്തിൻ്റെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് അവിടെ കാണുന്നത്. ഈ വെറും വെള്ളം മാത്രമല്ല, അതിൽ പൊങ്ങി നിൽക്കുന്ന ഇലകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം ഈ ഇലകളുള്ള സസ്യങ്ങളെ നമുക്കറിയാം, താമര, ആമ്പലൊക്കെയാണ്. അതേപോലെ വേറെയും കുറേ ജീവികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണത്. ഇതൊക്കെ നമുക്ക് ഇനി വരുന്ന ക്ലാസ്സിൽ വിശദമായിട്ട് പറയാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത്തരത്തിലുള്ള സ്ഥലത്തിന് പറയുന്ന പേരാണെന്ത്? വാസസ്ഥലം. അതായത് ഒരുപാട് ജീവികൾ ഈ സ്ഥലങ്ങളിൽ വസിക്കുന്നുണ്ട്. അവരുടെ ജീവിതം അല്ലേ, അവർ നയിക്കുന്ന ജീവിതം തുടർന്നു കൊണ്ടുപോകുന്നത് ഇത്തരം സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇതുപോലെ ഒരുപാട് വാസസ്ഥലങ്ങളുണ്ട്. വെറും വെള്ളം മാത്രമല്ല വാസസ്ഥലം. ഒരു വനം, നിബിഡമായിട്ടുള്ള കാടുകളൊക്കെ ഒരു വാസസ്ഥലത്തിന് ഉദാഹരണമാണ്. അപ്പം എല്ലാ ജീവികളും ജീവിക്കുന്നത് പലതരത്തിലുള്ള സ്ഥലങ്ങളിലാണ്. എല്ലാ ജീവികളും എന്ത് ചെയ്യുന്നില്ല, ഒരേ സ്ഥലത്ത് മാത്രമല്ല ജീവിക്കുന്നത് അല്ലേ? അതായത് മത്സ്യം ജീവിക്കുന്ന സ്ഥലമായിരിക്കില്ല ജീവിക്കുക ഒരു പ്രാവ് ജീവിക്കുക. അങ്ങനെ നിരവധിയായിട്ടുള്ള സ്ഥലങ്ങൾ, ഓരോ ജീവിക്കും അതിൻ്റേതായിട്ടുള്ള വാസസ്ഥലങ്ങൾ ഉണ്ട്. ഓരോ ജീവിക്കും ജീവിക്കാൻ അതിൻ്റേതായിട്ടുള്ള വാസസ്ഥലങ്ങളുണ്ട്. പക്ഷികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കൂട് കൂട്ടിയിട്ടാണ് ജീവിക്കുക. പക്ഷേ പാമ്പ് എന്ത് ചെയ്യുന്നില്ല? കൂട് കൂട്ടുന്നില്ല. അതെന്ത് ചെയ്യാണ്? മാളത്തിൻ്റെ ഉള്ളിലാണ് ജീവിക്കുന്നത്. അങ്ങനെ ഓരോ തരത്തിലുള്ള ജീവികളും വെവ്വേറെ സ്ഥലങ്ങളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. എന്താണത്? ജീവിയുടെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ വാസസ്ഥലം ഏതാണ് എന്ന് നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ അല്ലേ? ഇതെല്ലാവരും ഒന്ന് ചെയ്തിട്ട് നോട്ട്ബുക്കിൽ എഴുതാൻ മറന്നു പോകരുത്. എല്ലാവരും ചെയ്ത് നോട്ട്ബുക്കിൽ എഴുതാം. ഓക്കെ? ഈ ചോദ്യം എല്ലാവർക്കും ഉത്തരം അറിയുന്നതാണ് അല്ലേ? മത്സ്യം എവിടെയാണ് ജീവിക്കുന്നത്? എല്ലാവർക്കും അറിയാം, വെള്ളത്തിലാണ്, ജലത്തിലാണ് ജീവിക്കുന്നത്. അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇവിടെ നമുക്ക് കാണാനുള്ളത്. നമ്മുടെ വീട്ടിലൊക്കെയുള്ള അക്വേറിയത്തിലുള്ള ഒരു കുറച്ച് കളർ മീനുകളുടെ കുറച്ച്
വീഡിയോ നമുക്കൊന്ന് കാണാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ? ആഹാ, എത്ര മനോഹരമായിട്ടുള്ള മീനുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ? ഇനി നമുക്ക് അതുമായി ബന്ധപ്പെട്ട ചില പ്രവർത്തനങ്ങൾ ചെയ്യാം അല്ലേ? പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ അടുത്തതായി ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഈ മത്സ്യത്തിൽ ജലത്തിൽ ജീവിക്കാൻ എന്തെല്ലാം പ്രത്യേകതകളുണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ വളരെ മുമ്പേ എഴുതിയിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. എന്നാലും അതൊന്ന് നമുക്ക് ഓർമ്മിക്കാനുള്ള ഒരു അവസരം കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ഈ പ്രവർത്തനം ചെയ്യണേ. ഓക്കെ, ശരി. എന്തൊക്കെയായിരിക്കും പ്രത്യേകതകൾ? ഒരു മത്സ്യത്തിൻ്റെ ചിത്രം, ഒരു മീനിൻ്റെ ചിത്രം നമുക്കിവിടെ കാണാം അല്ലേ? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? മത്സ്യത്തിന് എന്തുണ്ട്? തോണിയുടെ ആകൃതിയാണ് അല്ലേ? തോണിയുടെ പ്രത്യേകത എന്താ? തോണിയുടെ ആകൃതി എന്ന് പറഞ്ഞാൽ വെള്ളത്തെ തുളച്ച് കയറി മുന്നോട്ട് പോകാനുള്ള കഴിവ് ആർക്കുണ്ട്? തോണിക്കുണ്ട്. അപ്പോൾ തോണിയുടെ ആകൃതിയാണ് ശരിക്കത്തിന് മത്സ്യത്തിന്. പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എന്തായാലും മത്സ്യമായിരിക്കും ആദ്യം ഉണ്ടായിട്ടുണ്ടാവുക. അപ്പം മത്സ്യത്തിൻ്റെ ആകൃതി കണ്ടിട്ടാണ് എന്ത് ചെയ്തിട്ടുണ്ടാവുക? തോണി നിർമ്മിച്ചിട്ടുണ്ടാവുക. അപ്പം നമുക്ക് ഇവിടെ പറയാം, തോണിയുടെ ആകൃതിയാണ് എന്തിനുള്ളത്? മത്സ്യത്തിനുള്ളത്. മത്സ്യത്തിൻ്റെ ആകൃതി കണ്ടിട്ടാണ് തോണി ഉണ്ടാക്കിയെങ്കിൽ നമുക്കിവിടെ എന്ത് പറയാം? തോണിയുടെ ആകൃതിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? മത്സ്യത്തിൻ്റെ ആകൃതി. പിന്നെയോ മത്സ്യത്തിന് വഴുവഴുപ്പുള്ള ശരീരമാണ് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ മീൻ വാങ്ങിയാൽ മീൻ പിടിച്ചു നോക്കിയിട്ടുണ്ടോ? മീൻ എന്താണ്? വഴുവഴുപ്പാണ്. അതായത് തെന്നി മാറാനുള്ള ഒരു കഴിവ് അല്ലേ? നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഊർന്നിറങ്ങാനുള്ള ഒരു കഴിവ് എന്തിനുണ്ട്? മത്സ്യത്തിനുണ്ട്. ഊർന്നിറങ്ങാനുള്ള കഴിവ് എന്തുണ്ട്? മത്സ്യത്തിനുണ്ട്. അതേപോലെ നിങ്ങൾ ശ്രദ്ധിച്ചോ, മത്സ്യം ഇങ്ങനെ വെള്ളത്തിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ വായ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറക്കുന്നത് കാണാം. എന്തിനാണ് വായ തുറക്കുന്നത്? വായ തുറന്ന് അതിൽ വെള്ളം വായക്കകത്താക്കി എതിലെയോ വെള്ളം പുറത്തേക്ക് കളയുന്നത് കാണാം. കണ്ടില്ലേ? എന്താണത്? വെള്ളം വായ്ക്കകത്താക്കി അതിലുള്ള വെള്ളത്തിലുള്ള വായുവിനെ എന്ത് ചെയ്യാണ്? തരംതിരിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വെള്ളം അത് എന്ത് ചെയ്യാണ്? പുറത്തേക്ക് ഒഴുക്കുന്നതിൻ്റെ ഭാഗമാണ് നമ്മൾ വീഡിയോയിൽ കണ്ടത് അല്ലേ? ഓക്കെ. ഇപ്പോൾ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? മത്സ്യത്തിൻ്റെ ആകൃതി മനസ്സിലാക്കി, മത്സ്യം ശ്വസിക്കുന്ന രീതി നമ്മൾ മനസ്സിലാക്കി.
ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മത്സ്യത്തിൻ്റെ ഭാഗങ്ങൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കാം. മത്സ്യത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെ ഭാഗങ്ങളാണ് മത്സ്യത്തിനുള്ളത് എന്ന് നമുക്ക് ഒന്ന് നിരീക്ഷിക്കാം. ഓക്കെ അല്ലേ? ഓക്കെ. എല്ലാവരും ഈ ചിത്രം നോട്ട്ബുക്കിലേക്ക് വരച്ചെടുത്ത് അതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കണേ. എല്ലാവരും നിർബന്ധമായിട്ടും ഇതിൻ്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്തേണ്ടതാണ്. ഓക്കെ. ഇനി നമുക്ക് പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ ഒരു മത്സ്യം നിർമ്മിക്കാം എന്ന ഒരു പ്രവർത്തനമാണ് പറയാൻ പോകുന്നത്. പേപ്പർ ഉപയോഗിച്ച് എങ്ങനെ മത്സ്യം നിർമ്മിക്കാം. എല്ലാവരും ഈ വീഡിയോ നല്ലവണ്ണം നിരീക്ഷിച്ച് ഇതേപോലെ ഒരു പേപ്പർ ഫിഷ് നിർമ്മിക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ.
നമ്മൾ പഠിക്കാൻ പോകുന്നത് ജലത്തിൽ ജീവിക്കുന്ന ജീവികളെ നമ്മൾ പരിചയപ്പെട്ടു. മത്സ്യമുണ്ട്, തവളയുണ്ട്, ആമയുണ്ട്, അങ്ങനെ നിരവധിയായിട്ടുള്ള ജീവികളുണ്ട്. ഇനി ഈ ജീവികൾ മാത്രമാണോ നമ്മുടെ ജലത്തിൽ ജീവിക്കുന്നത്? അല്ല. ജലത്തിൽ ജീവിക്കുന്ന പലതരം സസ്യങ്ങളുണ്ട് അല്ലേ? പലതരത്തിലുള്ള സസ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിൽ ജീവിക്കുന്നുണ്ട്. നമുക്ക് ആ സസ്യങ്ങളെ ഒന്ന് പരിചയപ്പെട്ടാലോ? ഓക്കെ, എല്ലാവരും റെഡിയല്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെ എന്നാണ്. ഓക്കെ, നമ്മുടെ ജലത്തിൽ വളരുന്ന പ്രധാന സസ്യങ്ങളാണ് താമര, ആമ്പൽ ഒക്കെ. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊക്കെ നമ്മുടെ ചെറിയ കുളങ്ങളിലും ജലാശയങ്ങളിലും കായലിലൊക്കെ കാണുന്നതാണ് താമര അല്ലേ? വളരെ മനോഹരമായിട്ടുള്ള ഒരു പുഷ്പമാണ് താമര. അതേപോലെ ആമ്പൽ അല്ലേ? എല്ലാവർക്കും അറിയാവുന്നതാണ്, നിങ്ങൾ കാണുന്നതാണ് ഒക്കെയാണ്. അപ്പം ഇത്തരത്തിലുള്ള സസ്യങ്ങളാണ് പൊതുവെ ജലസസ്യങ്ങളുടെ ഗണത്തിൽ നമ്മൾ പെടുത്താറുള്ളത് അല്ലേ? ഇനി ഈ സസ്യങ്ങളെ ശ്രദ്ധിച്ചോ, മനോഹരമായ പൂവ് ഉണ്ടാകുന്നുണ്ട്, അതേപോലെ ഇലയും അല്ലേ? വട്ടത്തിലുള്ള ഇല എന്ത് ചെയ്യുന്നുണ്ട്? ചീയാതെ മുകളിലേക്ക് പൊന്തി നിൽക്കുന്നത് കാണാം അല്ലേ? ജലസസ്യങ്ങളുടെ ഇലകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചീയാതെ പൊന്തി നിൽക്കുന്നുണ്ട്. നമ്മൾ വേറെ സസ്യങ്ങളുടെ ഇലയൊക്കെ വെള്ളത്തിലിട്ട് നോക്കിയാൽ എന്താ സംഭവിക്കുക? ഇല ഉതിർന്ന് ചീഞ്ഞു പോകും അല്ലേ? പക്ഷേ എന്ത് ചെയ്യുന്നില്ല? ഈ ജലസസ്യങ്ങളുടെ ഇലകൾ മാത്രം എന്ത് ചെയ്യുന്നില്ല? ചീയാതെ പൊന്തി നിൽക്കുന്നു. അതേപോലെ ഇലയുടെ മുകൾ ഭാഗം നോക്കിയാൽ ജലം ഇങ്ങനെ കെട്ടി നിൽക്കുന്നതായിട്ട് കാണാം. എന്നിട്ടും ഇലയ്ക്ക് യാതൊരുവിധ ദോഷവും സംഭവിച്ചിട്ടില്ല. അതേപോലെ ഇതിൻ്റെ തണ്ടുകൾ, ഈ ജലസസ്യങ്ങളുടെ ആമ്പലയുടെയും താമരയുടെയും തണ്ടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഈ തണ്ടുകളൊന്ന് പരിശോധിച്ച് നോക്കാം. ആ തണ്ടുകൾക്ക് എന്ത് പ്രത്യേകതയാണ് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് സ്വയം ഒന്ന് കണ്ടെത്തി നോക്കാം അല്ലേ? ഈ ഇലയ്ക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? അതേപോലെ തണ്ടുകൾക്ക് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? ഉണ്ട്, നമുക്കറിയാം അല്ലേ? ഇലകൾ എന്ത് ചെയ്യുന്നില്ല? ഇലകൾ ചീയുന്നില്ല. ഇലകൾ മെഴുക് പോലെയുള്ള ആവരണമുണ്ട് അല്ലേ? നമ്മളെ ചേമ്പിൻ്റെ ഇലയുടെ ഒക്കെ മുകളിലുണ്ട് എന്ത്? ഒരു വെള്ളം ഒഴിച്ചാൽ വെള്ളം അങ്ങ് ഒലിച്ചു പോകുന്ന പോലത്തെ ഒരു ആവരണം. അതേപോലെയല്ല, വേറെ ഒരു തരത്തിലുള്ള ഒരു ആവരണം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആമ്പലിൻ്റെയും താമരയുടെയും ഒക്കെ ഇലയെ കോട്ട് ചെയ്തതായിട്ട്, അതായത് എന്താണ്? ആവരണം ചെയ്തതായിട്ട് നമുക്ക് കാണാം. അപ്പം ഈ ഇലകൾ എന്താണ്? മെഴുക് പോലെയുള്ള ആവരണങ്ങളുണ്ട്. അതേപോലെ തണ്ടിലും ഇലയിലും ഒക്കെ എന്തുണ്ട്? വായു അറകളുണ്ട് എന്നാണ് പറയുന്നത്. തണ്ടിലും ഇലയിലും ഒക്കെ വായു അറകൾ ഉണ്ട്. പിന്നെയോ ആമ്പൽ, താമര എന്നിവയുടെ ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്? ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നുണ്ട്. വെള്ളത്തിലാണെങ്കിലും എന്ത് ചെയ്യുന്നില്ല? ഇലകൾ ചീയുന്നില്ല. ഇലകൾ മെഴുകു പോലുള്ള ആവരണമുണ്ട്. തണ്ടിലും ഇലയിലും ഒക്കെ വായു അറകൾ ഉണ്ട്. ഇത്രയും പ്രത്യേകതകളാണ് എന്തുള്ളത്? ജലസസ്യങ്ങൾക്ക് ഉള്ളത്. അപ്പോൾ ജലസസ്യങ്ങളുടെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഉത്തരങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, ഇനി ഞാനൊരു നോട്ട് തരാം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ടിലേക്ക് എഴുതി വെക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. അത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതി എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ജലത്തിൽ പൊങ്ങിക്കിടക്കുന്നതാണ് ജലസസ്യങ്ങൾ. പിന്നെ ഇലകൾ ചീയുന്നില്ല. ഇലകൾക്ക് മെഴുകു പോലുള്ള ആവരണമുണ്ട്. തണ്ടിലും ഇലയിലും വായു അറകളുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പൊങ്ങിക്കിടക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത് ജലസസ്യങ്ങളെക്കുറിച്ചും മീനിനെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പറയാൻ പോകുന്നത് ജലത്തിൽ ജീവിക്കുന്ന മറ്റ് ജീവികളായ ആമ, തവള ഇവയ്ക്ക് ജലത്തിൽ സഞ്ചരിക്കുന്നതിനുള്ള ശാരീരിക പ്രത്യേകതകൾ എന്തെല്ലാം? അത് നമുക്ക് ഒരു വീഡിയോ ഉപയോഗിച്ച് കണ്ട് മനസ്സിലാക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ആ കണ്ടെത്തിയ വിവരം, ശേഖരിച്ച വിവരം ഒരു കുറിപ്പായിട്ട് എഴുതാനും ശ്രദ്ധിക്കുക. അപ്പം ആദ്യം ഈ ചോദ്യം നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അതിനുശേഷം മാത്രം വീഡിയോ കാണുക.
എന്നിട്ട് നമുക്ക് ആ കണ്ടെത്തിയ വിവരങ്ങൾ എഴുതാം. കണ്ടല്ലോ, മനോഹരമായിരിക്കുന്നു അല്ലേ? അപ്പം നമ്മൾ ആ വീഡിയോയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആമ ജലത്തിൽ സഞ്ചരിക്കാൻ ഏത് അവയവമാണ് ഉപയോഗിക്കുന്നത്, ആമയുടെ കാലിൻ്റെ പ്രത്യേകത എന്താണ്. അപ്പോൾ ഈ രണ്ട് വിവരങ്ങളും നിങ്ങൾ ആ വീഡിയോ കണ്ടതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ത് ചെയ്യണം, എഴുതണം. ഓക്കെ, നമുക്ക് തവളയെക്കുറിച്ചുള്ള ഒരു വീഡിയോ കാണാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ. അപ്പോൾ നമ്മൾ രണ്ട് വീഡിയോ കണ്ടു അല്ലേ, ആമയുടെയും തവളയുടെയും വീഡിയോ കണ്ടു. അപ്പോൾ ചോദ്യം ഇതാണ്, തവളയുടെ കാലിൻ്റെ പ്രത്യേകത എന്താണ്? ആമയുടെ കാലിൻ്റെ പ്രത്യേകത നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. തവളയുടെ കാലിൻ്റെ പ്രത്യേകത എന്താണ്? അതേപോലെ തവളയുടെ ആമയുടെയും ശ്വസനം എങ്ങനെയാണ്? ഈ രണ്ട് കാര്യങ്ങളും എന്ത് ചെയ്യണം, നിങ്ങൾ എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത് എന്ന് എഴുതി വെക്കുക. മനസ്സിലാക്കിയത് ആദ്യം എഴുതുക, അതിനുശേഷം മാഷ് ഇടുന്ന ഇത് നോക്കിയിട്ട് കറക്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. ആദ്യം എന്താണ് എഴുതേണ്ടത്? ആമയുടെ കാലിൻ്റെ പ്രത്യേകത എന്താണ്? ആമയുടെ ജലത്തിൽ സഞ്ചരിക്കാൻ ഏത് അവയവമാണ് ഉപയോഗിക്കുന്നത്? തവളയുടെ കാലിൻ്റെ പ്രത്യേകത എന്താണ്? ആമ, തവള ഇവയുടെ ശ്വസനം എങ്ങനെ? ഈ 4 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾ എഴുതി വെക്കുക. അതിനുശേഷം മാത്രം മാഷിട്ട ഉത്തരം നോക്കി കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഈ പോസ് ഞെക്കിയത് അമർത്താൻ പാടുള്ളൂ. കാരണം ഉത്തരം നോക്കി എഴുതാൻ പാടില്ല. ആദ്യം സ്വന്തമായിട്ട് ഉത്തരം എഴുതിയതിന് ശേഷം ആ ഉത്തരവും നോക്കി കറക്റ്റ് ചെയ്യുക. ഓക്കെ, ആ ഉത്തരവും ഞാനിവിടെ ഇടുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് അത് ഉത്തരം എഴുതിയതിന് ശേഷം അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഉത്തരം ഉപയോഗിക്കാം. ഓക്കെ, ആമയുടെ ബലമേറിയ കാലുകൾ വെള്ളത്തിൽ തുഴയാൻ സഹായിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണത്. ആമ ജലത്തിൽ സഞ്ചരിക്കാൻ ഏത് അവയവമാണ് ഉപയോഗിക്കുന്നത്? ആമയുടെ ബലമേറിയ കാലുകൾ ഉപയോഗിച്ചിട്ടാണ് വെള്ളത്തിൽ തുഴയാൻ സഹായിക്കുന്നത്. അതേപോലെ ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ തങ്ങാൻ ആമയ്ക്ക് കഴിയും. ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ തങ്ങാൻ ആമയ്ക്ക് കഴിയും.
ഇതാണ് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. ഇനി മൂന്നാമത്തത് ചോദ്യം ഇതാണ്, തവളയുടെ കാലിൻ്റെ പ്രത്യേകത എന്താണ്? തവളയുടെ കാലുകളുടെ പ്രത്യേകത വേഗത്തിൽ തുഴയാൻ സഹായിക്കുന്ന കാലുകളാണ് തവളയുടെ കാലുകൾ. നമ്മൾ വീഡിയോയിൽ കണ്ടു. എന്താണ്? തവളയുടെ കാലുകൾ ഉപയോഗിച്ച് പെട്ടെന്ന് തന്നെ നീന്തി പോവാനുള്ള കഴിവ് തവളയ്ക്കുണ്ട്. അതേപോലെ തവളയുടെ ശ്വസനം എന്ന് പറയുന്നത് ത്വക്കിലൂടെയാണ് തവള ശ്വസിക്കുന്നത്. ആമയ്ക്ക് കുറേ നേരം എന്ത് ചെയ്യാൻ പറ്റും? ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിൽ നിൽക്കാൻ ആർക്ക് പറ്റുന്നുണ്ട്? ആമയ്ക്ക് പറ്റുന്നുണ്ട്. തവള എന്ത് ചെയ്യുന്നു? ത്വക്കിലൂടെയാണ് ജലത്തിൽ വെച്ച് ശ്വസനം നടക്കുന്നത്. ഓക്കെ, പ്രിയമുള്ള കുട്ടികളെ, എങ്ങനെയുണ്ട് ക്ലാസ്? ഇഷ്ടമായോ? എല്ലാവർക്കും ഇഷ്ടമായോ? എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്? നമ്മുടെ പാഠഭാഗത്തിലുള്ള ആദ്യ ഭാഗത്തു നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അതായത് സ്ക്വിറലിനോട് എന്ത് ചെയ്യാണ്? ഫിഷ് കളിക്കാൻ വേണ്ടി കുളത്തിലേക്ക് വരാൻ ആവശ്യപ്പെട്ടപ്പോൾ അത് കളിയാക്കി ചിരിക്കുന്ന ഫ്രോഗിന്റെ കഥ തുടങ്ങിയിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിട്ടുണ്ട് അല്ലേ? നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറേ ആവാസ വ്യവസ്ഥകൾ, എക്കോസിസ്റ്റമുകൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ വീടിനടുത്തുള്ള കുളങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ആ കുളത്തിൽ ജീവിക്കുന്ന ജീവികളെ നമ്മൾ പരിചയപ്പെട്ടു. ആ ജീവികൾ അല്ലാതെ നമ്മൾ സസ്യങ്ങളെ പരിചയപ്പെട്ടു. ആ സസ്യങ്ങളുടെ പ്രത്യേകതകൾ പരിചയപ്പെട്ടു. ആമ, തവള എന്നിവയുടെ പ്രത്യേകതകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താ? ഓരോ ജീവിക്കും അതിന്റെ സാഹചര്യത്തിൽ ജീവിക്കാനുള്ള പ്രത്യേകതരമായിട്ടുള്ള ഒരു കഴിവുണ്ട് അല്ലേ? അതായത് തവളയ്ക്ക് അതിന് വെള്ളത്തിൽ ജീവിക്കാൻ ആവശ്യമായ തരത്തിലുള്ള ഒരു കഴിവ് അത് ജന്മനാ അതിന് ലഭിക്കുന്നുണ്ട്. അതേപോലെ മീനിന് ലഭിക്കുന്നുണ്ട്, ആമയ്ക്ക് ലഭിക്കുന്നുണ്ട്, മനുഷ്യന്മാരെ നമുക്ക് ഒക്കെ ലഭിക്കുന്നുണ്ട് അല്ലേ? അപ്പൊ ഇത്തരം കഴിവുകൾക്ക് നമ്മൾ ഒരു പേര് പറയും. ആ പേരാണെന്ത്? അനുകൂലനങ്ങൾ. എന്താണ് പറയുക? അനുകൂലനങ്ങൾ. അതായത് ഓരോ ജീവിക്കും അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അനുയോജ്യമായ രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങളെ നമുക്ക് എന്ത് പറയാം? അനുകൂലനങ്ങൾ എന്ന് പറയാം. എന്താ പറയാ? അനുകൂലനങ്ങൾ. ഓക്കെ, അപ്പൊ അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് ഇംഗ്ലീഷ് മീഡിയത്തിൽ നമുക്ക് പറയാം. അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം. അപ്പൊ ഒരു ജീവിക്ക് അതിന്റെ സാഹചര്യത്തിൽ ജീവിക്കാൻ ആവശ്യമായ ഘടകങ്ങളാണ് എന്ത്? അനുകൂലനങ്ങൾ. ഓക്കെ, എല്ലാവരും വീഡിയോ കണ്ട് ക്ലാസ് ഒക്കെ നല്ലപോലെ കണ്ടിട്ട് അതൊക്കെ നോട്ട്ബുക്കിൽ എഴുതിയെടുത്തിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇനിയും ഇതിന്റെ ബാക്കി ഭാഗം തുടർച്ചയായിട്ട് വരുന്നതാണ്. അപ്പൊ ഈ ക്ലാസ് കണ്ടവർക്കൊക്കെ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് മാത്രമേ നമ്മൾ അവസാനിപ്പിക്കുന്നുള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഒരു പ്രധാന ഭാഗമാണ് അഡാപ്റ്റേഷൻ എന്നാൽ എന്ത്? അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലനം എന്നാൽ എന്ത്? അഡാപ്റ്റേഷൻ, അനുകൂലനം എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. അതായത് ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിനെ അനുകൂലനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയാം. ഇതെല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുക, അതോടൊപ്പം പഠിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വർക്ക്ഷീറ്റാണിത്. 2 ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ വർക്ക്ഷീറ്റാണിത്. അപ്പം ജീവികൾ, ജലജീവിതത്തിന് അനുകൂലനങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് ജീവികൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ അനുകൂലനങ്ങൾ ഉണ്ട്, അതൊക്കെ രണ്ടുമാണ് നിങ്ങൾ എഴുതേണ്ടത്. അത് എഴുതിയിട്ട് ഗ്രൂപ്പിലിടുകയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് അയക്കുകയോ ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.